ഹലോ, വെൽക്കം ടു ഫിനി ചാൻസ് വേൾഡ്. അപ്പം എന്താ ഇന്ന് ഞാനൊരു അടിപൊളി ഗ്രിൽ ചിക്കനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിന് ഉണ്ടാക്കാൻ നമുക്ക് അവനോ അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രിൽ ചിക്കൻ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അയ്യോ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നും, പക്ഷേ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടെ ഇതിനകത്ത് ചേർക്കാനുള്ള മസാല മഞ്ഞൾപ്പൊടി കുറച്ചിട്ടുണ്ട്, ഗരം മസാല കുറച്ചുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ ചാറ്റ് മസാലയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയുള്ള നമുക്ക് ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് ഉപ്പ് വേണം, അതുകൂടെ നമുക്ക് ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ചിക്കനെ എടുത്ത് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുകൂട്ട് കുറച്ച് കുത്തു കൊടുക്കാം ഈ ചിക്കനെ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ മസാലയെല്ലാം അതിനകത്ത് ശരിക്ക് കയറി പിടിക്കും. നമ്മളിങ്ങനെ വരയാനായിട്ട് ഒന്നും പോകണ്ട, അതിന് പകരം നമ്മുടെ ഫോക്കെടുത്ത് ഇങ്ങനെ കുത്തിയാൽ നല്ലതായിരിക്കും. അപ്പം ചിക്കൻ നല്ല ജ്യൂസിയായിട്ട് കിട്ടും, മസാല എല്ലാം അകത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ദാണ്ടെ എല്ലാ ചിക്കനും ഇങ്ങനെ കുത്തു കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നാരങ്ങ വേണം. ഒരു നാരങ്ങ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്യുക. അതിൻ്റെ ജ്യൂസ് നമ്മൾ ആദ്യം എടുക്കണം, അത് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണം. ആ ജ്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ അതിനകത്ത് കാണുന്ന ഈ വല കണ്ടോ, ഇതിനെ നമുക്കിങ്ങ് എടുത്ത് കളയണം. കാരണം എടുത്ത് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ചെറിയ പീസാക്കി വെക്കണം. അതിനുശേഷം കാരണം വല ഉണ്ടെങ്കിൽ ഒരു കയ്പ്പ് വരും, അതുകൊണ്ടാണ് നമ്മൾ അതിനെടുത്ത് കളഞ്ഞ് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം മസാലയും എല്ലാം ആ നാരങ്ങയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇതിനെ ആ കൊത്തു കൊടുത്തിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഒഴിച്ച് അതിനകത്തോട്ട് ശരിക്കും നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അതിനെ ശരിക്കും നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഓർക്ക് കുറച്ച് ഒലിവ് ഓയിൽ അതിനകത്ത് ഒഴിക്കുക. കൂടെ നമുക്ക് കുറച്ച് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ നാരങ്ങ ഇങ്ങോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇതിനകത്ത് ഒരു നാരങ്ങയുടെ ജ്യൂസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതോടെ ഒഴിച്ച് നമുക്കതിനെ ശരിക്കും നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എന്താ നല്ലവണ്ണം ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ശരിക്കാകാൻ വേണ്ടി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് എത്രയും മാക്സിമം വെക്കാമോ അത്രയും നല്ലതാണ്. ഒരു നൈറ്റ് ഫുൾ വെക്കാമെങ്കിൽ ആ ചിക്കനിലേക്ക് ഇത് നല്ലവണ്ണം ആ മസാലയൊക്കെ കയറി പിടിക്കും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഇപ്പോൾ ദാണ്ട് എടുത്തു. 2 മണിക്കൂറിന് ശേഷം എടുത്തതിന് ശേഷം അത് ദാണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി അത് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിനെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അവനെ ഒന്നും വേണ്ടത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്യാസിൽ ഒരു പാനിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. നമുക്കൊരു പാത്രം വെച്ചതിന് ശേഷം അതിനൊക്കെ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടറും കൂടി അതിനകത്തോട്ടിടണം. ബട്ടറൊക്കെ ഇപ്പോൾ നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നു. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഓരോന്നായിട്ട് അതിനകത്തിട്ടിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചിക്കനെ ഓരോന്നും ഇട്ടിട്ട് അതൊരു 2 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് ഇതൊന്ന് വേവിക്കണം. നല്ല ഹൈ ഫ്ലെയിമിട്ട് തുറന്ന് വെക്കുക. അതിനുശേഷം നമ്മളിതിനെ ഒന്ന് മൂടി ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഇതിനെ മൂടി വേവിക്കും. ഇത് കവർ ചെയ്ത് വേണം നമ്മൾ ഉപയോഗിച്ചെടുക്കാൻ വേണ്ടി. ആ സമയം ഓർക്കുക, നമ്മൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിടുകയും കൂടെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മളൊന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് നമുക്ക് വീണ്ടും അത് കവർ ചെയ്ത് വേവിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പം ഇതിൻ്റെ മസാലയൊന്നും നഷ്ടപ്പെടുന്നില്ല. പിന്നെ ഒത്തിരി എണ്ണ വേണ്ട, പിന്നെ എളുപ്പത്തിലുണ്ടാക്കാം. ഭയങ്കര സോഫ്റ്റുമാണ് ഈ ചിക്കൻ.
ഇനി നമുക്കിത് കുറച്ച് നേരം തുറന്ന് വെച്ച് നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഇത് അകമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പം പുറഭാഗം കൂടെ നമുക്ക് നല്ല രീതിയിൽ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ ഗ്രിൽ ചിക്കനകത്ത് നമ്മൾ ഇങ്ങനെ സവോളയും തക്കാളിയും ഒന്നും അരച്ച് ചേർക്കാറില്ല. പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, ഒരു സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഗ്രിൽ ചിക്കൻ്റെ സെയിം ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാവുന്നതാണിത്. ഇപ്പോൾ ഇത് ഏകദേശം ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പാത്രത്തോട് നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനോട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് ബട്ടർ ഒഴിച്ച് നമ്മുടെ ചിക്കനെ വീണ്ടും നമുക്ക് ബാക്കിയുള്ള ചിക്കനുകൾ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ നല്ല കുബൂസും മയണൈസും ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഗ്രിൽ ചിക്കനും കുബൂസും ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ദാണ്ട് അടിപൊളി ഗ്രിൽ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് പറയുക. ഏതെങ്കിലും റെസിപ്പികൾ ചെയ്യണമെങ്കിൽ അതും പറഞ്ഞ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി ഞങ്ങൾക്കുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ റെസിപ്പികളായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ. അപ്പം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുക. നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.